ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ സോഷ്യോളജിയാണ് നോക്കാൻ പോണത്. സോഷ്യോളജിയിൽ നെക്സ്റ്റ് ചാപ്റ്റർ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ആൻഡ് ജെൻഡർ ഇക്വാലിറ്റി. ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ആൻഡ് ജെൻഡർ ഇക്വാലിറ്റി, ലിംഗവിവേചനവും ലിംഗസമത്വവും. അപ്പോൾ നെക്സ്റ്റ് ചാപ്റ്റർ ആണ്, അതായത് നമ്മുടെ ഓപ്ഷണലിൽ അടുത്തത്. അപ്പോൾ ഇത് രണ്ടെണ്ണമാണ്, ഈ നേരത്തെ പറഞ്ഞ ചാപ്റ്ററും ഇതിന് മുന്നെടുത്ത ചാപ്റ്ററും പിന്നെ ഈ ചാപ്റ്ററും. ഈ രണ്ട് ചാപ്റ്ററാണ് ഓപ്ഷൻ എയിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ലിംഗവിവേചനം. ലിംഗവിവേചനം എന്ന് പറഞ്ഞാൽ എന്താണ്? സെക്സ് ഡിസ്ക്രിമിനേഷൻ, അതായത് സ്ത്രീ പുരുഷ അങ്ങനെയുള്ള രീതിയിൽ, അല്ലെങ്കിൽ വർണ്ണം വർഗം ഏതെങ്കിലും രീതിയിലുള്ള വേർതിരിവുകൾ. നമുക്കിതിൽ മെയിനായിട്ട് നോക്കാനുള്ളത് സ്ത്രീ പുരുഷന്മാർ അതിൻ്റെ പേരിലുള്ള വിവേചനത്തെക്കുറിച്ചാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് ലിംഗവിവേചനമെന്ന് നോക്കാം. തൊഴിൽ മേഖലയിലും വിദ്യാഭ്യാസ അവസരങ്ങളിലും കുടുംബത്തിൻ്റെ മൊത്തം പ്രവർത്തനങ്ങളിലും പുരുഷന്മാർ മേധാവിത്വം നേടിയെടുക്കുകയും സ്ത്രീകൾ തഴയപ്പെടുകയും ചെയ്യുന്ന പ്രവണതയ്ക്കാണ് ലിംഗപരമായ വിവേചനം എന്ന് പറയുന്നത്. എല്ലാ മേഖലകളിലും എന്താണ്? പുരുഷൻ മേധാവിത്വം നേടിയെടുക്കുകയും അവിടെ നിന്ന് സ്ത്രീകൾ എന്ത് ചെയ്യുക? തഴയപ്പെടുക, അല്ലെങ്കിൽ അവരെ മാറ്റി നിർത്തുക. ആ ഒരവസ്ഥേനെയാണ് എന്ത് പറയുക? ലിംഗവിവേചനം എന്ന് പറയാം. തൊഴിൽ മേഖലയിലും വിദ്യാഭ്യാസ അവസരങ്ങളിലും കുടുംബത്തിൻ്റെ മൊത്തം പ്രവർത്തനങ്ങളിലും പുരുഷന്മാർ മേധാവിത്വം നേടിയെടുക്കുകയും സ്ത്രീകൾ തഴയപ്പെടുകയും ചെയ്യുന്ന പ്രവണതയ്ക്കാണ് ലിംഗപരമായ വിവേചനം എന്ന് പറയുന്നത്. ഇനി എന്താണ് അതിൻ്റെ പ്രധാന കാരണം? എന്താണ് പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീയാണ്, അതാണ് കാരണം. സ്ത്രീയാണ്, അവൾ അബലയാണ്, തബലയാണെന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പോൾ അവൾക്ക് എന്താണ്? കഴിവില്ല എന്ന് പുരുഷൻ മുദ്ര കുത്തിയിട്ടാണ് അവിടെ മാറ്റി നിർത്തുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ്റെ ഡിഫറെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഡിഫറെൻറ്റ് സ്ഥാപനങ്ങൾ ഏതൊക്കെ നിലയിലാണ് ഇതുപോലെയുള്ള ലിംഗവിവേചനം നടക്കുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ മേഖലകളിലാണ് ലിംഗവിവേചനം നടക്കുന്നത്, അതിനെയാണ് എന്ത് പറയുക? ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുക. ലിംഗവിവേചനത്തിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലൊന്നാമത്തെ എന്താണ്? കുടുംബമാണ്. ലിംഗവിവേചനം തുടങ്ങുന്നത് തന്നെ എവിടെ നിന്നാണ്? കുടുംബത്തിൽ നിന്നാണ്. അതായത് എല്ലാ കുടുംബങ്ങളിലും ഗൃഹനാഥനാണ്. ഗൃഹനാഥൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അയാളാണ് ജോലി ചെയ്ത് കൊണ്ടുവരുന്നത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ തന്നെയല്ല ഞാൻ പറയുന്നത്, ആ ഒരു അവസ്ഥയിലേക്ക് വരുന്നൊരു ഘട്ടമാണ് പറയണേട്ടാ. പുരുഷനാണ് ജോലി ചെയ്ത് കൊണ്ടുവരുന്നത്, സ്ത്രീ ജോലി ചെയ്യുന്നില്ലേ? വീട്ടിലുള്ള എല്ലാ പണികളും സ്ത്രീനെയും പുരുഷനെയും അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്ന ആരാണ്? സ്ത്രീയാണ്. പക്ഷെ അവളുടെ പ്രവർത്തന മേഖല എന്ന് പറയുന്നത് ആ ഒരു കുടുംബത്തിനുള്ളിലായതുകൊണ്ട് മാത്രം എന്താണ്? അത് വേതനരഹിതമായിട്ട് കണക്കാക്കുകയാണ്. അപ്പോൾ അവിടെ വാല്യൂ ഇല്ലാത്തത് ആർക്കാണ്? സമൂഹത്തിന് വാല്യൂ കൊടുക്കുന്നില്ല സമൂഹം. അപ്പോൾ പൈസ കൊണ്ടുവരുന്നു എന്നുള്ള അർത്ഥത്തിൽ പുരുഷൻ ഗൃഹനാഥനാവാണ്. അപ്പോൾ അവിടെ ലിംഗവിവേചനം വന്നു. ഇപ്പോൾ എല്ലാ പണികളും ചെയ്ത് വീട്ടിലുള്ള എല്ലാ ജോലികളും ചെയ്ത് കഴിഞ്ഞാലും മതിയായിട്ടുള്ള ഭക്ഷണമോ ഒന്നും ആർക്ക് കിട്ടില്ല? സ്ത്രീക്ക് കിട്ടില്ല. ഇതിന് കൊണ്ടുവന്നു, അരി സാധനങ്ങൾ കൊണ്ടുവന്നു എന്നുള്ള ഒരൊറ്റ അർത്ഥത്തിൽ എന്താണ്? എല്ലാം പുരുഷനാണ്. ഇത് ഉണ്ടാക്കുന്നത് ആരാണ്? ഈ കുടുംബക്കാർ തന്നെയാണ്. ഇതേ സ്ത്രീ ആയിട്ടുള്ള ആ കുടുംബത്തിലുള്ള ആൾ തന്നെയാണ്, അല്ലെങ്കിൽ കുടുംബത്തിലെ നാഥ തന്നെയാണ് അങ്ങനെ ഉണ്ടാക്കുന്നത്. ആ സമൂഹത്തിൻ്റെ പ്രശ്നമാണ്. ഇപ്പോൾ ആൺകുട്ടികളും പെൺകുട്ടികളും ഉള്ള വീട്ടിലാണെങ്കിൽ എന്താണ്? ആൺകുട്ടികൾക്ക് കൂടുതൽ അധികാരങ്ങൾ. അവർക്ക് പണ്ട് കാലങ്ങളിലൊക്കെ ആണെങ്കിൽ എന്താണ്? നല്ല ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ നല്ല ഭാഗങ്ങൾ ആൺകുട്ടികൾക്ക്, സ്വന്തം മകളാണെങ്കിൽ കൂടി എന്താണ്? അവർക്ക് അതിൽ നിന്ന് ആ മകന് കഴിഞ്ഞിട്ടുള്ളത് മകൾക്ക്. അങ്ങനെയുള്ള അവസ്ഥകൾ എന്താണ്? നമ്മുടെ സമൂഹത്തിലെ സ്ത്രീകൾ തന്നെയാണ് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത്. പിന്നെ പറയാനുള്ളത് സ്ത്രീകൾ സാമ്പത്തിക മേഖലയിൽ പങ്കാളികളാവുന്നത് 30% മാത്രമാണ്. നമ്മൾ ജാതിയുടെയൊക്കെ പറഞ്ഞു വലിയ വലിയ ജാതികളുള്ള സ്ത്രീകൾ പുറത്തു പോയി ജോലി ചെയ്യുന്നില്ല. അപ്പോഴും താഴ്ന്ന ജാതിയിലുള്ള ആൾക്കാരാണ് കാർഷിക വൃത്തിയിലൊക്കെ പുരുഷന്മാരോടൊപ്പം ജോലി ചെയ്യുന്നത്. ഇനി മതാചാരങ്ങളിലും ഒക്കെ എന്താണ്? സ്ത്രീകൾ ഇത്തരത്തിൽ തഴയപ്പെടുകയാണ്. അപ്പോൾ കുടുംബമാണ് എന്ത്? ആദ്യത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻ. ലിംഗവിവേചനം തുടങ്ങി വെക്കുന്നത് എവിടെ നിന്നാണ്? കുടുംബത്തിൽ നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ മാറ്റപ്പെടേണ്ടത് എവിടെ നിന്ന് തന്നെയാണ്? ഇവിടെ നിന്ന് തന്നെയാണ്.
എന്താ പറയുക, മകളെ വീട്ടുജോലികൾ അഭ്യസിപ്പിക്കും പോലെ തന്നെ ഒരമ്മ എന്ത് ചെയ്യണം, മകനെയും അഭ്യസിപ്പിക്കണം. മകന് കൊടുക്കുന്ന അതേ ന്യൂട്രീഷണൽ ഫാക്റ്റുകൾ മകൾക്കും കൊടുക്കണം. അല്ലാണ്ട് മകനാണ് എന്നുള്ള പേരിൽ ഒരു വേർതിരിവും അവന് കാണിക്കാൻ പാടില്ല. മകൾ 5 മണിയാകുമ്പോഴേക്ക് എഴുന്നേൽക്കണം, മകന് 10 മണി വരെ ഉറങ്ങാം, അങ്ങനെയുള്ള ഒന്നും കാണിക്കാൻ പാടില്ല. ആ ലിംഗസമത്വം എവിടെ നിന്ന് തന്നെ തുടങ്ങണം, നമ്മുടെ കുടുംബത്തിൽ നിന്ന് തുടങ്ങണം. ഇനി രണ്ടാമത്തെ എന്താണ്, മതമാണ്. ഇനി അടുത്തൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് മതം എന്ന് പറയുന്നത്. എല്ലാ മതഗ്രന്ഥങ്ങളും എന്ത് പറയുന്നുണ്ട്, സ്ത്രീകളെ ആദരിക്കണം, സ്ത്രീകളെ ആദരിക്കപ്പെടുന്നിടത്ത് ദൈവം വസിക്കുന്നു എന്ന് പറയണം. എന്നിട്ടാണ് എന്ത് ചെയ്യണത്, ദ്രൗപദീനെ പരസ്യമായിട്ട് വസ്ത്രാക്ഷേപം നടത്തുന്നത്, മദ്ദലമറിയത്തിനെ കല്ലെറിയുന്നത്. അപ്പം മതഗ്രന്ഥങ്ങൾ പറയുന്നുണ്ടെങ്കിലും എന്താണ്, സ്ത്രീകൾക്ക് ഈ പറയുന്ന പദവികളൊന്നും കൊടുക്കുന്നില്ല. അതേ മതഗ്രന്ഥങ്ങളിലാണ് പാർവതി ദേവിനെ ആദരിക്കുന്നത് അല്ലെങ്കിൽ ആരാധിക്കുന്നത്. അപ്പം ഇവിടെ ഒക്കെ എന്താണ്, വളരെ കോൺട്രഡിക്ഷൻ ആയിട്ടുള്ള അല്ലെങ്കിൽ കോൺട്രവേഴ്സൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബേസിലാണ് കുറേ അനാചാരങ്ങൾ, ആ മതം അങ്ങനെ പറയാം അല്ലെങ്കിൽ ഈ മതഗ്രന്ഥത്തിൽ ഇങ്ങനെയാണെന്ന് പെണ്ണുങ്ങളും പറയാണ്. കാരണം വിദ്യാഭ്യാസം അവർക്ക് കൊടുക്കുന്നില്ല. അവർക്ക് വിദ്യാഭ്യാസം കിട്ടിയപ്പോഴാണല്ലോ അവർ ചോദ്യം ചെയ്യാൻ തുടങ്ങിയത്. അതുകൊണ്ടാണല്ലോ ഇന്ന് നമ്മുടെ ഒരു പദവിയിലൊക്കെ നമുക്ക് മാറ്റം സംഭവിച്ചത്. ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഈ മതപണ്ഡിതന്മാർ സ്ത്രീകളുടെ വിദ്യാഭ്യാസം വേണ്ട എന്ന് വെച്ചത്. അടുത്തത് പറയാനുള്ള ഇൻസ്റ്റിറ്റ്യൂഷനാണ് വിദ്യാഭ്യാസം. വിദ്യാഭ്യാസത്തിലും ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ പെൺകുട്ടികളെ പഠിപ്പിക്കില്ല. എന്തിനാ പഠിപ്പിക്കണേ, നാളെ കല്യാണം കഴിച്ച് അയക്കാനുള്ളതാണ്, അങ്ങനെയുള്ളൊരു ചിന്താഗതിയായിരുന്നു. അപ്പോൾ ആൺകുട്ടികൾക്ക് മാത്രമാണ് വിദ്യാഭ്യാസം ചെയ്യാനുള്ള അവകാശം. പെൺകുട്ടികളാകെ എന്താണ്, വീട്ടുപണിയും പഠിപ്പിച്ച് ഇവിടെ ഇങ്ങനെ ഇരുത്തും. ഞാൻ പറയണില്ല അതെന്താന്നുള്ളത്. അപ്പം അങ്ങനെ ഒരു പെൺകുട്ടികൾക്കൊരു നെഗറ്റീവ് ഇമേജാണ്. പക്ഷെ ഇന്ന് എന്താണ്, സ്ത്രീകൾ എത്തിപ്പെടാത്ത മേഖലകളില്ല. എല്ലാതരം വിദ്യാഭ്യാസങ്ങളും അവർ എത്തുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ബഹിരാകാശത്ത് വരെ ആരാണ്, സ്ത്രീകൾ കാലുകുത്തിക്കഴിഞ്ഞു. ഇനിയുള്ളത് എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ. എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ സ്ത്രീകളുടെ ജോലി എന്ന് പറയുന്നത് വീടുകളിൽ മാത്രമായി മാറി. പക്ഷെ അവർ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്നവരാണ്. അപ്പോൾ ആ സ്വന്തം വീട്ടിലായതുകൊണ്ട് തന്നെ എന്താണ്, അത് വേതനരഹിതമായി കണക്കാക്കപ്പെടുകയും അവരുടെ ജോലിക്കൊരു വാല്യൂ ഇല്ല. പുറത്ത് പോയി ജോലി ചെയ്യുന്നത് മാത്രമാണ് കാശുള്ളൂ. എൻ്റെ അമ്മയൊക്കെ പറയാറുണ്ട്, ഈ വീട്ടിലുള്ള പണിയെടുക്കണത് ഞാൻ വേറെ വല്ല വീട്ടിൽ പോയി ജോലി ചെയ്യുകയാണെങ്കിൽ എന്താണ് കാശ് കിട്ടുമെന്ന് പറയാറുണ്ട് അല്ലേ. അപ്പോൾ അവനവൻ്റെ വീട്ടിൽ ജോലി ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് കാശ് കിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്താണ് അവരുടെ ജോലിക്ക് വാല്യൂ ഇല്ല. അപ്പോൾ സമ്പാദിക്കാത്തത് കൊണ്ട് കൂടിയാണ് സ്ത്രീ എന്ന് പറയുന്നത് അധികം പദവി ഇല്ലാണ്ട് മാറ്റി നിർത്തപ്പെടുന്നത്. അടുത്തത് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇപ്പോൾ ഭരണകാര്യങ്ങളിലോ അല്ലെങ്കിൽ പ്രാതിനിധ്യത്തിലൊക്കെ എന്താണ് സ്ത്രീകൾക്ക് അങ്ങനെ അവകാശം ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും എന്താണ് 1/3 ഭാഗം സീറ്റുകൾ സ്ത്രീകൾക്ക് വേണ്ടി സംവരണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ പ്രസിഡന്റ് ഒരു സ്ത്രീയാണ്, ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിട്ടുണ്ട് സ്ത്രീ. അതുപോലെ തന്നെ എല്ലാ മേഖലകളിലും സ്ത്രീ പ്രാതിനിധ്യം ഉണ്ടെങ്കിൽ കൂടി എന്താണ് ഇപ്പോഴും സ്ത്രീകൾ മുന്നോട്ട് വരാനായിട്ടൊരു മടിയുണ്ട് ഈ ജനപ്രതിനിധികളിൽ. അഥവാ വന്നു കഴിഞ്ഞാലോ അവരുടേതായിട്ടുള്ളൊരു ഫ്രീഡത്തിൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവരുടെ പാർട്ടി ആയിരിക്കും അവരെ ഭരിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ സ്ത്രീകൾ ഇപ്പോഴും നേരിടുന്നുണ്ട്. ഇതൊക്കെയാണ് സ്ത്രീകൾ ലിംഗപരമായിട്ടുള്ള വിവേചനത്തിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത്. കുടുംബം, മതം, വിദ്യാഭ്യാസം, എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ, പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഇത് വലിയ ക്വസ്റ്റ്യനായിട്ട് ഒറ്റയടിക്ക് ചോദിക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, എങ്ങനെയാണ് ലിംഗപരമായ വിവേചനത്തിന് കുടുംബം കാരണമാകുന്നത് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ കാരണമാകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് 2 മാർക്കിന് ഇങ്ങനെ എടുത്ത് ചോദിക്കാം. അങ്ങനെയും എടുത്ത് ചോദിക്കാവുന്നതാണ് ടൈപ്പ് ക്വസ്റ്റ്യൻ. ഇനി നെക്സ്റ്റ് വരുന്നത് സെക്സും ജെൻഡറും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ സെക്സ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ എന്തായിട്ടാണോ ജനിച്ചത്, നമ്മുടെ ജനനം കൊണ്ട് നമുക്ക് കിട്ടിയിട്ടുള്ളതാണ് സെക്സ്. അതായത് ലിംഗം, ലിംഗഭേദം, ലിംഗപദവി, ലൈംഗികത, അതൊക്കെ നിർണ്ണയിക്കുന്ന കാര്യമാണ് സെക്സ് എന്ന് പറയുന്നത്. ജെൻഡർ എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെ ജനനം കൊണ്ടുണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ജീവശാസ്ത്രപരമായി നമുക്ക് കിട്ടിയിട്ടുള്ളതിലുള്ള നമ്മുടെ സംസ്കാരം അല്ലെങ്കിൽ നമ്മുടെ മനോഭാവങ്ങൾ, അതിലുള്ള നമ്മുടെ ശീലങ്ങൾ, അതിനൊക്കെയാണ് നമ്മൾ ജെൻഡർ എന്ന പദവി കൊണ്ട് പറയുക.
ലിംഗം, ലിംഗഭേദം, ലിംഗപദവി, ലൈംഗികത എന്നിവ തമ്മിലുള്ള വ്യത്യാസത്തെ തിരിച്ചറിഞ്ഞാൽ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും സാമൂഹിക ധർമ്മങ്ങൾ മനസ്സിലാക്കാനായിട്ട് കഴിയും. സ്ത്രീ, പുരുഷൻ എന്നിങ്ങനെ ജീവശാസ്ത്രപരമായി വ്യത്യസ്തങ്ങളായ രണ്ട് വിഭാഗങ്ങൾ സൂചിപ്പിക്കാനാണ് സെക്സ് എന്ന പദം കൊണ്ട് ഉപയോഗിക്കാം. ജീവശാസ്ത്രപരമായി നമ്മൾ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു അതാണെന്ത് സെക്സ് എന്ന് പറയുന്നത്. സ്ത്രീകൾക്ക് എങ്ങനെയാണ്, പുരുഷന്മാർക്ക് എങ്ങനെയാണ്, അതാണ് സെക്സ്. ജെൻഡർ എന്ന് പറയുന്നത് നമ്മൾ ജീവശാസ്ത്രപരമായി നമ്മളൊരു സെക്സിൽ ഉൾപ്പെട്ടു, അവിടെ നമുക്ക് എന്തൊക്കെ ശീലങ്ങളുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മുടെ മനോഭാവങ്ങൾ, അതിനെയാണ് നമ്മൾ ജെൻഡർ എന്ന് പറയുന്നത്. ഇനി എന്താണ് ലിംഗസമത്വം? അപ്പം നമ്മൾ ലിംഗവിവേചനത്തെ കുറിച്ച് പറഞ്ഞു അല്ലേ. ഇനി എന്താണ് ലിംഗസമത്വം? ലിംഗസമത്വം എന്ന് പറയുമ്പോൾ സ്ത്രീ പുരുഷ ഭേദമില്ലാതെ അവർക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള അവസരം ഉണ്ടാവാം. ഇപ്പം നമുക്കറിയാം സ്ത്രീയും പുരുഷനും ഒരുമിച്ച് പ്രവർത്തിക്കണം, അല്ലെങ്കിൽ സ്ത്രീ തികച്ചും വ്യത്യസ്തയായിട്ടുള്ള ഒരാളാണ്, പുരുഷനും ഒരു വ്യത്യസ്തനായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അവരുടെ ആ വ്യത്യസ്തതയിൽ തന്നെ എന്താണ് അവർക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാൻ കഴിയണം. അതിനെയാണ് ലിംഗ സമത്വം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ സ്ത്രീ ആയതുകൊണ്ട് മാറ്റി നിർത്തപ്പെടുന്നു അല്ലെങ്കിൽ പുരുഷനായതുകൊണ്ട് മാറ്റി നിർത്തപ്പെടുന്നു എന്നല്ലാതെ അവർക്ക് അവരുടേതായിട്ടുള്ള ഐഡൻറ്റിറ്റി കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ ഐഡൻറ്റിറ്റി അംഗീകരിച്ചുകൊണ്ട് സമൂഹത്തിൽ നമുക്ക് അവർക്ക് അതിൻ്റേതായിട്ടുള്ള സ്ഥാനം കൊടുത്തുകൊണ്ട് അവർക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള അവസരം ഉണ്ടാക്കുക. അതിനെയാണ് എന്ത് പറയുക, ലിംഗസമത്വം എന്ന് പറയാം. സ്ത്രീയിൽ നിന്നും പുരുഷനിൽ നിന്നും വ്യത്യസ്തങ്ങളായ പ്രവർത്തികളാണ് നാം പ്രതീക്ഷിക്കുന്നത്. സ്ത്രീകൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ പുരുഷന്മാർക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, പുരുഷന്മാർക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും സ്ത്രീകൾക്കും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അത് നമ്മൾ സമ്മതിച്ച് കൊടുക്കുക തന്നെ വേണം. പക്ഷേ ഓരോരുത്തർക്കും എന്താണ് അവരുടേതായ ഐഡൻറ്റിറ്റി ഉണ്ട്, അത് അംഗീകരിച്ച് കൊടുക്കുക തന്നെ വേണം. രണ്ട് വ്യക്തിത്വങ്ങൾ എന്ന നിലയ്ക്ക് അവരുടെ കഴിവുകളും അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളും വ്യത്യസ്തങ്ങളാണ്. സ്ത്രീയും പുരുഷനും വ്യത്യസ്തമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് സമൂഹം അനുശാസിക്കുന്നു. സ്ത്രീ പുരുഷ വിഭിന്നതയാണ് ലിംഗവ്യവസ്ഥയുടെ അടിസ്ഥാനം. ഭിന്നതയല്ല, വിഭിന്നത. സ്ത്രീ പുരുഷൻ എന്ന് പറയുന്ന രണ്ട് സെപ്പറേഷൻ ഇല്ലാതെ എന്താണ് അവർ അവരുടേതായിട്ടുള്ള ഐഡൻറ്റിറ്റിയിൽ ഒരുമിച്ച് പ്രവർത്തിക്കുക. അതിനെയാണ് എന്ത് പറയുക, ലിംഗ സമത്വം എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് രാഷ്ട്രീയ പ്രക്രിയയിൽ സ്ത്രീ പ്രാതിനിധ്യത്തിൻ്റെ പങ്ക്. വുമൺ പാർട്ടിസിപ്പേഷൻ ഇൻ പൊളിറ്റിക്കൽ സിസ്റ്റം. അപ്പോൾ രാഷ്ട്രീയത്തിലെ സ്ത്രീകളുടെ പങ്ക് എന്താണെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറുതായിട്ട്. അപ്പോൾ അത് വലിയ മാർക്കായില്ലെങ്കിൽ 3 മാർക്കിനൊക്കെ ആയിട്ട് കുറച്ചും കൂടി എഴുതാനായിട്ട് ചോദിക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് സ്ത്രീകൾ എവിടെയൊക്കെ ഉണ്ട്? നമ്മുടെ രാഷ്ട്രപതി ഉണ്ട്, അതിന് മുന്നേ പ്രതിഭ പട്ടേൽ രാഷ്ട്രപതി ഉണ്ട്, പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി നമ്മൾ പ്രധാനമന്ത്രി ഉണ്ട്, മുഖ്യമന്ത്രിമാരായിട്ടുണ്ട് സ്ത്രീകൾ. സമൂഹത്തിൻ്റെ പൊളിറ്റിക്കലായിട്ടുള്ള എല്ലാ പദവികളിലും എന്താണ് ഒരുവിധം സ്ത്രീകൾ ഇരുന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഒരു ജനപ്രതിനിധി എന്ന നിലയിലേക്ക് മത്സരിക്കാനോ തെരഞ്ഞെടുപ്പുകൾ മത്സരിക്കാനോ ഒക്കെ എന്താണ് സ്ത്രീകൾ ഒരു വിമുഖത കാട്ടുന്നുണ്ട്. അതിനുള്ളൊരു കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ 1/3 സീറ്റ് സംവരണം സ്ത്രീകൾക്ക് കൊടുത്താൽ പോലും സ്ത്രീകൾ പലയിടത്തും ഡെമ്മി പീസ് ആവാണ്. അപ്പോൾ ഇങ്ങനെ ഒരു നിയമം ഉള്ളത് കൊണ്ട് 72-73 അനുച്ഛേദങ്ങൾ പറയുന്നത് എന്താണ്, ഏത് എന്താ പറയുക ലോകസഭ, നിയമസഭ അല്ലെങ്കിൽ പഞ്ചായത്ത് അങ്ങനെയുള്ള ഇലക്ഷനുകൾ തെരഞ്ഞെടുപ്പുകളിൽ എന്താണ് 1/3 ഭാഗം സ്ത്രീകൾക്ക് സീറ്റ് സംവരണം ചെയ്യണമെന്നാണ്. അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന സംവരണങ്ങൾ ഉണ്ട്, ഒരു നിയമമുണ്ട് എന്നുള്ള രീതിയിൽ എന്താണ് ഒരു സ്ത്രീനെ പിടിച്ച് നിർത്തുകയാണ്. പക്ഷെ ആ സ്ത്രീക്ക് അവിടെ അവരുടേതായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യത്തിൽ പ്രവർത്തിക്കാനായിട്ട് കഴിയില്ല. അവർ ആ പാർട്ടിയുടെ എന്താണ് ഒരു MEPs ആണ്. ആ പാർട്ടി പറയുന്നതിനനുസരിച്ചാണ് അവർക്ക് പ്രവർത്തിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി പണയം വെച്ച് നമ്മളവിടെ നിൽക്കണ്ടേ എന്നുള്ള രീതിയിൽ പല സ്ത്രീകളും എന്താണ് ഇങ്ങനെ ഒരു മത്സര രംഗത്തേക്ക് കടന്നു വരാനായിട്ട് മടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഇപ്പോൾ സ്ത്രീ പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ അവരുടെ പാർട്ടിസിപ്പേഷനെ കുറിച്ച് പറയാനുള്ളത്. പക്ഷെ ഇതൊക്കെ മാറിക്കൊണ്ട് പാർട്ടിയെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് സ്ത്രീകൾ കടന്നു വന്നു കഴിഞ്ഞാൽ രാഷ്ട്രീയപരമായിട്ടുള്ളൊരു സ്ത്രീ ശാക്തീകരണം നമുക്കിവിടെ സാധ്യമാവും. അങ്ങനെ സ്ത്രീ ശാക്തീകരണം സാധ്യമായി കഴിഞ്ഞാൽ അത് പതുക്കെ എല്ലാ മേഖലകളിലേക്കും വ്യാപിക്കാനും സ്ത്രീകൾ എന്താണ് ഒരു ശക്തയായിട്ട് മാറാനും പറ്റും. സ്ത്രീകൾ അസംഘടിതരാണ്, വീടുകളിനുള്ളിൽ ഒതുങ്ങി പോയത് കൊണ്ട് തന്നെ സ്ത്രീകൾ എന്താണ് അസംഘടിതരാണ്. അതാണ് അവരെന്താണ്
ആകെ അങ്ങോട്ട് സമൂഹത്തിൽ അങ്ങോട്ട് പദവി നഷ്ടപ്പെട്ട് ഒതുങ്ങി പോകാനുള്ള പ്രധാന കാരണം പുരുഷന്മാർ പുറത്തു പോയി ജോലി ചെയ്യുന്നത് കൊണ്ട് എന്താണ്, അവർ സംഘടിതരാണ്. ഇതാണ് രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ. ഇനി എന്താണ് ഫെമിനിസം? ഫെമിനിസം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കുമ്പോൾ പുരുഷന്മാരെ ഇഷ്ടമല്ല, പുരുഷന്മാരോടുള്ള ഒരു വിരോധികൾ, പുരുഷ വിരോധികൾ എന്നാണ് ഫെമിനിസ്റ്റ് ചിന്താഗതി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ആക്ച്വലി എന്താണ് ഫെമിനിസം എന്ന് പറയുന്നത്? അങ്ങനെയല്ല. സ്ത്രീപക്ഷവാദം, അതാണ് ഫെമിനിസം. സ്ത്രീപക്ഷവാദം സ്ത്രീ ശാക്തീകരണം, സമഭാവന, ബോധവൽക്കരണ പ്രവർത്തനം എന്നിവ നടത്തുകയും സ്ത്രീകൾ പൊതുവെ അടിച്ചമർത്തപ്പെടുകയാണെന്നും ചൂഷണം ചെയ്യപ്പെടുകയാണെന്നുമുള്ള അവബോധം സ്ത്രീകളിൽ വളർത്തുകയും അതോടൊപ്പം തന്നെ സാമൂഹിക മാറ്റത്തിന് വേണ്ടി സ്ത്രീകൾ തന്നെ മുൻകൈ എടുക്കണമെന്നും ആഹ്വാനം ചെയ്ത് പ്രവർത്തിക്കുന്ന പ്രത്യയ ശാസ്ത്ര വീക്ഷണത്തെയും പ്രവർത്തനത്തെയും സ്ത്രീപക്ഷവാദം എന്ന് പറയാം. എന്താണ് പറഞ്ഞത്? പുരുഷന്മാരോടുള്ള വിരോധമല്ല. എന്താ പറയണം അവിടെ? സ്ത്രീകൾക്ക് എന്താണ്, അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്, സമത്വമുണ്ട്, അവർക്ക് സമൂഹത്തിൽ നല്ല ഒരു നിലയുണ്ട്. ആ നില ആര് പരിശ്രമിക്കണം? അതിന് വേണ്ടിയിട്ട് നമ്മൾ അടിച്ചമർത്തപ്പെടുകയാണ്. അപ്പം നമ്മൾ എതിരെ പ്രതികരിക്കണം. നമ്മൾ നമ്മുടെ പദവി ഉയർത്താനായിട്ട് നമ്മൾ തന്നെ ശ്രമിക്കണം. അങ്ങനെ ആഹ്വാനം ചെയ്യുക, അതിനുവേണ്ടി ബോധവൽക്കരണങ്ങൾ നടത്താം. അങ്ങനെ സ്ത്രീകളെ മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു പ്രത്യയ ശാസ്ത്രം, അതിനെയാണ് എന്ത് പറയണത്? ഫെമിനിസം അല്ലെങ്കിൽ സ്ത്രീപക്ഷവാദം എന്ന് പറയുന്നത്. അല്ലാതെ പുരുഷ വിരോധമല്ല അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് സ്ത്രീകളെ സംഘടിതമായിട്ട് അവർ എന്താ പറയുക, മുന്നോട്ട് വരാം. അപ്പോൾ സ്ത്രീകളെ ശക്തരാക്കാൻ ആരെന്നെ വിചാരിക്കണം? സ്ത്രീകൾ തന്നെ വിചാരിക്കണം. അപ്പം ഇങ്ങനെയുള്ള കുറേ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മൾ സ്ത്രീകൾ സമൂഹത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എത്തി നിൽക്കുന്നത്. ഇതൊക്കെയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. സ്ത്രീകളുടെ അവസ്ഥ നമ്മൾ നേരത്തെ പഠിച്ചത് എന്തായിരുന്നു? സ്ത്രീകളുടെ അവസ്ഥ തന്നെയാണ് പഠിച്ചത്, ഓരോ കാലഘട്ടത്തിലും എങ്ങനെയായിരുന്നു എന്നുള്ളത്. അപ്പം ഇത് ലിംഗസമത്വമാണ്. സ്ത്രീ എന്ന പേരിൽ നമ്മൾ എങ്ങനെയൊക്കെ മാറ്റി നിർത്തപ്പെടുന്നു, പിന്നെ നമുക്ക് എങ്ങനെയൊക്കെ മുന്നോട്ട് വരാം എന്നുള്ളതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് നോക്കുക, നല്ലോണം വായിച്ച് നോക്കി മനസ്സിലാക്കി പഠിക്കുക. നിങ്ങൾക്ക് ഇതാണ് ഈസി ആയിട്ട് തോന്നുന്നതെങ്കിൽ നിങ്ങൾ ഓപ്ഷണലായിട്ട് ഈ മോഡ്യൂൾ സെലക്ട് ചെയ്യാം. താങ്ക് യു.